നമസ്കാരം. വിഷു എല്ലാവർക്കും ഒരു വിഷു എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ? ഏ, പല കാര്യങ്ങളുണ്ടാവും. നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ, നമ്മുടെ കൈനീട്ടം, വിഷുക്കണി, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ വിഷു ആശംസകൾ പറയുകയാണ്. ചില ഓർമ്മകളിലൂടെ നമുക്കൊരു യാത്ര, അത് ചില സമയങ്ങളിൽ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ ഒരു പോക്കറ്റ് മണിക്കുള്ളൊരു സമയമാണ് ഈ വിഷുക്കാലം എന്ന് പറയുമ്പോൾ. വിഷുക്കാലം എന്ന് പറയുമ്പോൾ നമുക്കെപ്പോഴും അറിയാമല്ലോ, വെക്കേഷൻ സമയമാണ്. അപ്പോൾ ഈ പറഞ്ഞ മാങ്ങയും ചക്കയും ഒക്കെ ഒരു ഒരു സീസണാണ്. അപ്പോൾ വിഷുവിൻ്റെ കണി ഒരുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ തലേ ദിവസം തന്നെ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അരിയും നല്ല അടിപൊളി കണി വെള്ളരിക്കയും പിന്നെ നമ്മളുടെ കൊന്നപ്പൂവും ഉണ്ണിക്കണ്ണനെയും എല്ലാവരും സ്വർണം വയ്ക്കും, പൈസ വയ്ക്കും, വെറ്റില വയ്ക്കും, അടയ്ക്ക വയ്ക്കും. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സൈഡിൽ നിറയെ പഴങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ണിറയെ നല്ല ഒരു കാഴ്ച അല്ലേ? കണ്ണിറയെ ഒരു കാഴ്ച. ഇതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് വിഷു. ഒരു വർഷത്തിൻ്റെ ഒരു ഫലം ഏറ്റവും നല്ലതാവുക എന്നുള്ളതിനാണല്ലോ. പക്ഷെ ഓരോ ദിവസവും മനസ്സ് നിറയെ നല്ല കാഴ്ചകൾ നമ്മൾ നമുക്ക് വേണ്ടി കാണിച്ചു കൊടുക്കാൻ പറ്റും. കണ്ണാടിക്ക് മുമ്പിൽ നമ്മൾ നമ്മളെ തന്നെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ, നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുമ്പോൾ ആ കാഴ്ച ഏറ്റവും മികവുറ്റതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിഷുക്കാലത്തൊക്കെ നമുക്ക് എന്താ പറയുക, എൻ്റെയൊക്കെ ഒരു സമയം എനിക്ക് എൻ്റെ വീട്ടിലൊക്കെ അധികം ആൺകുട്ടികളാണെങ്കിൽ ഞാനായിരുന്നു വലിയൊരു, പെൺകുട്ടികളുടെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പരിഗണന ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. ഒരെണ്ണല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഈ വിഷുവിൻ്റെ കൈനീട്ടം കിട്ടിയ പൈസ കൊണ്ട് പടക്കം വാങ്ങാൻ പോകാമെന്ന് പറഞ്ഞിട്ടിരിക്കുക. അനിയനൊക്കെ പറയും, നിൻ്റെ പൈസ കൊണ്ട് എന്താ നമുക്ക് പടക്കം വാങ്ങാം എന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാണ് ആ സമയത്ത്. രാവിലെ എഴുന്നേറ്റ് മാലപ്പടക്കം പൊട്ടിക്കുക, ഓലപ്പടക്കം, മേശപ്പൂ, കമ്പിത്തിരി പറഞ്ഞ അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങളാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാനൊക്കെ ഈ ഓലപ്പടക്കമൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് പേപ്പറിൽ കൊണ്ടുപോയിട്ട് അതിങ്ങനെ പേപ്പറുകൾ, ഒരു വലിയ പേപ്പർ വേണ്ടി വരും കേട്ടോ. പേപ്പറിൻ്റെ ഒരു അടുപ്പത്ത് നമ്മൾ പറയില്ല, അറ്റത്ത് പോയിട്ടൊരു കത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പേപ്പർ ഇങ്ങനെ കത്തി 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 അങ്ങോട്ട് എത്തണം. അതേമാതിരിയാണ് എനിക്ക് തോന്നുന്നു മാലപ്പടക്കം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് നമ്മളിങ്ങനെ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ പേപ്പറിൻ്റെ തുമ്പിൽ ഇങ്ങനെ ഇങ്ങനെ കത്തിച്ചു ഇങ്ങോട്ട് ഓടും, പിന്നെ ഓടിക്കും, പിന്നെ ഓടും. പിന്നെ അവിടെ നിൽക്കുമ്പോൾ അതവിടെ നിൽക്കണ്ടോ, എന്തൊട്ട് ഇഷ്ടമാണ് വന്ന് കത്തിച്ചിട്ട് പോവും, അല്ലാണ്ട് ഇങ്ങനെ ഓടിക്കിടന്നിട്ട് കാര്യമുണ്ടോ എന്ന് മാലപ്പടക്കം നമ്മളോട് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഈ ഒരു കാര്യം എനിക്ക് ഓർമ്മയിലേക്ക് വന്നത് ആ ഒരു സമയത്ത്. പിന്നെ ഈ പറഞ്ഞ മാതിരി എനിക്ക് കുറച്ചും കൂടിയും വലുതാവും തോറും എനിക്ക് പടക്കങ്ങളോട് ഇഷ്ടമില്ലാണ്ടായി തുടങ്ങി. ഈ മേശപ്പൂ ഇതൊക്കെ പറയുമ്പോൾ ഒരു രസമുണ്ടല്ലോ, കാഴ്ചയുണ്ട്, ചക്രമൊക്കെ ഉണ്ടാവും. പിന്നെ ചിലതൊക്കെ ആ സമയത്ത് ഈ പൊട്ടിത്തെറിക്കണത് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എനിക്ക് അങ്ങോട്ട് അത്ര പേടി ഭയമൊക്കെ തോന്നുന്നൊരു കാര്യമാണ്. കാരണം നമുക്കറിയില്ലല്ലോ അതെന്തെങ്കിലും ആയാലോ. പിന്നെ നമ്മളിപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ മൃഗങ്ങൾക്കൊക്കെ ഈ സൗണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വീട്ടിലൊക്കെ നായ്ക്കുട്ടി ഉള്ള കാരണം കൊണ്ട് നമ്മൾ പടക്കങ്ങൾ വാങ്ങണ്ട പറയും. കാരണം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സൗണ്ട്, ശബ്ദം കേൾക്കുമ്പോഴേ. നമ്മളിങ്ങനെ ഈ ശബ്ദങ്ങൾ, കിളികൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വേണ്ടെന്ന് വെച്ചു. പിന്നെ ഈ പറഞ്ഞ മാതിരി നിറങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്കൊരു രസമല്ലേ. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എൻ്റെ മക്കൾക്കൊന്നും അതിനോടും വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അവർക്കൊന്നും ഇഷ്ടമില്ല. ഇടയിൽ വരെ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ അനിയനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈ കുട്ടിക്കാലത്ത് കിട്ടിയ പൈസ കൊണ്ടും കൂടി നമ്മളൊക്കെ വാങ്ങും. പിന്നെ മത്താപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെ കത്തിക്കുമ്പോൾ ഇങ്ങനെ പലതരം തീപ്പെട്ടിയിൽ പലതരം കളറുള്ളത്, അതന്നെയല്ലേ അതിൻ്റെ പേര് പറയണത്. പിന്നെ രാവിലെ ഇങ്ങനെ എല്ലാ ചെറിയമ്മമാരുടെ അടുത്തു നിന്നും പോകണു, വഴി പോകണു, എല്ലാ മാമന്മാരെയും മാമന്മാരും ഏട്ടന്മാരെയും എല്ലാവരും ഇങ്ങോട്ട് നീട്ടി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഈ പറഞ്ഞിട്ട് ചിരിച്ച് നിൽക്കുക. അപ്പോൾ അവർ കൈനീട്ടൊക്കെ തരുമ്പോൾ അത് വാങ്ങാം. എന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഭയങ്കര റിച്ച് ആവണ ദിവസം അങ്ങനെ എണ്ണാനൊക്കെ കിട്ടും. മിക്കവാറും 5 രൂപയും 10 രൂപയൊക്കെയാണ്. പക്ഷെ അതൊക്കെ അന്ന് ഭയങ്കര വലിയ സംഭവമാണല്ലോ ആ നോട്ടൊക്കെ. ഇന്നിപ്പോൾ ഒരു 100 രൂപയെങ്കിലും വേണ്ടേ? 10 രൂപയ്ക്ക് ആർക്കാ പറ്റുക? 500 100ഒക്കെയാണ് ഇന്നത്തെ ഒരു റേഞ്ചിൽ പോണ ഒരു കാര്യം. പക്ഷേ അതൊരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നിട്ട് ഈ പൈസ മുഴുവൻ എടുത്ത് വെച്ചിട്ട് ഇരിക്കണതും സ്കൂളിലേക്ക്. പിന്നെ അപ്പോൾ നമ്മൾ പോകണമല്ലോ വെക്കേഷൻ ആകുമ്പോൾ. പിന്നെ ഈ തൃശ്ശൂർ പൂരത്തിന് എക്സിബിഷന് കൊണ്ടുവരും വീട്ടിൽ നിന്നൊക്കെ. അപ്പോൾ എക്സിബിഷന് വരുമ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇതിന്ന് എടുക്കാമല്ലോ. അപ്പോൾ നിൻ്റെ പൈസ നിന്ന് എടുക്കണം, അത് നമുക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അല്ലേ. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അതെടുക്കണത് അമ്മയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളൊരു മനോഭാവം ഉണ്ടാവും. അതേമാതിരി തന്നെ വിഷുവിൻ്റെ
ഈ പറഞ്ഞ മാതിരി നമ്മളുടെ അവിടെ ഈ പായസവും വിഷുക്കട്ട അങ്ങനെ പല കാര്യങ്ങളും പലയിടത്തും പല രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു തൃശ്ശൂരിൻ്റെ ഈ സൈഡിലേക്ക് നല്ലപോലെ അതിൻ്റെ വിഭവങ്ങൾ ഉണ്ടാക്കണതൊക്കെ ഉണ്ട്. അപ്പുറത്തെ ഒരു മാങ്ങാക്കൂട്ടാനൊക്കെ ഉണ്ടാക്കണതാണ് വീട്ടിലത്തെ, അതൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ ചക്കപ്പായസം ഉണ്ടാക്കാറുണ്ട്. അതേമാതിരി തന്നെ പിന്നെ നമ്മുടെ സാധാരണ വിഭവങ്ങൾ വിഷുക്കഞ്ഞി അതൊന്നും വീട്ടിലുണ്ടാക്കിയിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ തൃശ്ശൂർ വന്നപ്പോഴാണ് പിന്നെയും അങ്ങനത്തെയൊക്കെ വിഭവങ്ങൾ വേറെ ആൾക്കാർ പറഞ്ഞിട്ടാണ് അതൊക്കെ ടേസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയത്. വിഷുക്കട്ട ഇതൊക്കെ ഇങ്ങനെ എൻ്റെ ഓർമ്മയിലേക്ക് വന്നിട്ടുള്ള ചില കാര്യങ്ങൾ. പൂവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മളിങ്ങനെ പാടത്തു കൂടെയൊക്കെ പോയിട്ട് കണിക്കൊന്നയുടെ മരം നിൽക്കുന്നതിലൊക്കെ കയറിപ്പറ്റി ഒക്കെയാണ് നമ്മൾ പൂവൊക്കെ പറിച്ചിട്ടൊക്കെ കൊണ്ടുവരിക. ഇന്നിപ്പോൾ തൃശ്ശൂർ ഇഷ്ടംപോലെ സ്ഥലത്ത് പൂവുണ്ടെങ്കിലും ആ തലേ ദിവസം ആകുമ്പോഴേക്കും കംപ്ലീറ്റ് പൂവും കഴിഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും അത് പറിച്ചുകൊണ്ടിട്ട് 5 രൂപ 10 രൂപ 25 രൂപ 30 രൂപ എന്ന് പറഞ്ഞ കച്ചവടമാണ് ഭയങ്കരമായിട്ട്. അപ്പോൾ കണിക്കൊന്ന പറയണ മാതിരി അതുവരെ അതിനൊരു വിലയില്ല. പിന്നെയാണ് സംഗതി ഒരു നിറയെ ആ മഞ്ഞ പൂക്കൾ കാണുമ്പോൾ ഒരു ഭംഗിയാണ്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിങ്ങനെ നമ്മളെ വിളിക്കാൻ വരുന്നതിനിങ്ങനെ ആകാംക്ഷയോട് കൂടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കില്ലേ. വിഷുവിൻ്റെ ഒരു ഫീലാണ് അതൊക്കെ. കണ്ണു പൊത്തിയിട്ട് നമ്മളെ കൊണ്ടുവരുമ്പോൾ ഇന്നും ഇപ്പം നമ്മൾ വയ്ക്കുമ്പോൾ എല്ലാം ഭംഗിയായിട്ട് അണിഞ്ഞൊരുങ്ങി വെച്ച് നല്ല രസത്തിൽ കൃഷ്ണനെ നല്ല പട്ടൊക്കെ ഉടുപ്പിച്ച് നമ്മൾ എന്താ പറയുക പൂക്കളൊക്കെ വെച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ അതിൽ നമ്മളിങ്ങനെ കണ്ണടച്ചിട്ട് നമ്മളെ കൊണ്ടുവന്ന് ഇങ്ങനെ തുറക്കുമ്പോൾ നല്ലൊരു പ്രകാശം. ആ പ്രകാശത്തിൽ ഇതെല്ലാം കാണുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സ് ഭയങ്കര ഒരു സന്തോഷത്തിലേക്ക് പോവും അല്ലേ, ഒരു നല്ലൊരു സന്തോഷത്തിലേക്ക്. അപ്പോൾ അവിടെ ഒരു കണ്ണാടിയും വെക്കാറുണ്ട്. ആ കണ്ണാടിയിൽ നമ്മൾ നമ്മളെയും കൂടി കാണുന്നുണ്ട്. എത്ര മനോഹരമായൊരു കാര്യമാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം. എന്നാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്തൊരു കാര്യവും നേരിടാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോടൊക്കെ വിഷുവിന് പറയാനുള്ളത്. നിങ്ങളുടെ വിഷുവിൻ്റെ ഓർമ്മകൾ എന്തൊക്കെയാണ് വന്നിരിക്കണത്, എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകതകൾ, സ്പെഷ്യൽ എന്നൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ. താങ്ക് യു.